നമുക്ക് ആശാപ്രവർത്തകരുടെ സമരത്തെക്കുറിച്ച് കേട്ടിരുന്നു. 2 മാസത്തിലധികമായിട്ട് അവർ സമരം ഇരിക്കുകയാണ്. ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അപ്പൊ കൃഷ്ണന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ സർക്കാർ എന്തുകൊണ്ടാണ് അത് കാര്യമായി ശ്രദ്ധയിൽപ്പെടാതെ കാത്തു നിൽക്കുന്നത് എന്നതാണ് ചോദ്യം. റോഷിപാൽ, ഗുഡ് ഈവനിങ്. ആശാപ്രവർത്തകരുടെ സമരം 64 ദിവസമായി. സമരവേദിയിൽ വിഷുദിനത്തിലെ കാഴ്ചകൾ എങ്ങനെയാണ്? സുജയ, ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തുന്ന ഈ സമരം അത് 2 മാസം പിന്നിട്ടിരിക്കുകയാണ്. അതിനിടെ അനിശ്ചിതകാല സത്യാഗ്രഹവും ഇതിനൊപ്പം നടത്തുന്നുണ്ട്. വ്യത്യസ്തമായ പലതരത്തിലുള്ള സമരം നടത്തിയെങ്കിലും സർക്കാർ ഇപ്പോഴും ഈ സമരം ഒത്തുതീർക്കാനുള്ള വഴികളൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. മന്ത്രിയും അതുപോലെ തന്നെ NHM ഡയറക്ടറും ഒക്കെ ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും ഇവർ ഉയർത്തിയ ആവശ്യങ്ങളൊന്നും അംഗീകരിച്ചിട്ടില്ല. ഇന്ന് വിഷുദിനത്തിൽ ഇവർ ഇവിടെ തന്നെ ഈ സമരപ്പന്തലിൽ തന്നെ കണിവെച്ചുകൊണ്ടാണ് അവരുടെ പ്രതിഷേധ സമരം തുടരുന്നത്. ഇവിടെ 3 പേരാണ് ഇന്നും അനിശ്ചിതകാല നിരാഹാര സമരം തുടരുന്നത്. 26ാം ദിവസമാണ് ആശാപ്രവർത്തകരുടെ അനിശ്ചിതകാല നിരാഹാര സമരം. രാവിലെ പുലർച്ചെ തന്നെ കണിവെച്ച് കണി കണ്ട് അവർ സമരത്തിൽ തന്നെ തുടരുന്നു. വീട്ടിൽ വിഷു ആഘോഷിക്കേണ്ടവരാണ് ഇപ്പോൾ ഈ ആവശ്യങ്ങൾ, അവരുടെ ആനുകൂല്യം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായി ഈ സെക്രട്ടേറിയറ്റ് പരിസരത്ത് ഈ ഫുട്പാത്തിൽ സമരം ഇരിക്കേണ്ടി വന്നത്. ഏതായാലും സർക്കാർ നിലപാട് തിരുത്തുമെന്നും തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഈ വിഷുദിനവും ഈ ആശാപ്രവർത്തകർ തള്ളി നീക്കുന്നത്. സുജയ. ഓക്കെ, റോഷിപാലാണ് സമര പന്തലിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നിരാഹാര സമരം 26 ദിവസമായി. സർക്കാർ ഇനിയെങ്കിലും കണ്ണു തുറക്കുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം.